അവയവദാനത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രാംദാസ് പിഷാരടി സാറാണ്. അവയവദാനങ്ങളെക്കുറിച്ച് പല അജ്ഞതകളും നമുക്കിടയിലുണ്ട്. സർ, ശരിക്കും അവയവദാനം എന്നാൽ എന്താണ്? എപ്പോഴാണ് അത് ചെയ്യേണ്ടത്? ഏതൊരു അവയവവും സ്ഥായിയായി കേടുവരുമ്പോഴാണ് അവയവം മാറ്റിവെക്കേണ്ട ഒരു സന്ദർഭം വരുന്നത്. അതിപ്പോൾ നിങ്ങൾ പലരും ലേ മീഡിയയിൽ കണ്ടു കാണും. ലിവർ മാറ്റിവെക്കാം, കിഡ്നി മാറ്റിവെക്കാം, ഹാർട്ട് മാറ്റിവെക്കാം, ലങ്സ് മാറ്റിവെക്കാം. മസ്തിഷ്കം ഒഴിച്ച് ബാക്കിയെല്ലാം ഒരുവിധം മാറ്റിവെക്കാവുന്ന ഒരു സ്റ്റേജിലാണിപ്പോൾ ലോകം. ഇൻറ്റസ്റ്റൈൻ, പാൻക്രിയാസ്, ഇതെല്ലാം മാറ്റിവെക്കാൻ പറ്റും. പക്ഷേ ഇത് മാറ്റിവെക്കണമെങ്കിൽ ദാതാവ് ഒന്നിലോ ഈ മസ്തിഷ്ക മരണം സംഭവിച്ച ആളായിരിക്കണം. വൃക്കകൾ മാത്രമേ ജീവിച്ചിരിക്കുമ്പോൾ ഒരെണ്ണം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു അവയവവും അങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റില്ലോ, ഇൻക്ലൂഡിങ് കണ്ണ്. കണ്ണാണ് ആദ്യം പ്രോത്സാഹിപ്പിച്ചത്. ബിക്കോസ് കണ്ണ് മരിച്ച് കഴിഞ്ഞിട്ടും എടുക്കാം. കോർണിയ, അങ്ങനെ ഒരുപാട് ബ്ലൈൻഡ്നെസ് പ്രിവെൻഷൻ വണ്ടിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒഫ്താൽമോളജി സെൻറ്ററിലും വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പ്രോത്സാഹിപ്പിച്ചതിന് ശേഷം, ഈ അവയവദാനം പ്രോത്സാഹിപ്പിച്ച് തുടങ്ങിയപ്പോൾ കേരളത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പലരുടെയും ആളുകൾ, അത് ഇതിൻ്റെ തൊട്ടടുത്ത ബന്ധുക്കൾ, ഭാര്യ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ എന്നിവർ ഈ മരണശയ്യയിൽ കിടക്കുന്ന വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ ആ ഗ്രീഫുള്ള സമയത്ത് പോലും അവർ പറയുന്നത് മറ്റുള്ള ആർക്കെങ്കിലും ഇത് ഉപകരിച്ചോട്ടെ എന്നും പറഞ്ഞ് അവർ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇതിന് കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ പ്രീവിയസ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്, മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലീഗലൈസ് ചെയ്തിരിക്കുകയാണ്. തിരിച്ചു വരവില്ല എന്ന് ഉറപ്പ് വരുത്തണം. ആ ഉറപ്പ് വരുത്താൻ ഒരു 4 അംഗ സമിതി തന്നെ വേണം. ഒരാൾ സർട്ടിഫൈ ചെയ്താൽ പോരാ, ഒരു ഡോക്ടർ പോരാ, 4 ഡോക്ടർമാർ ഇൻക്ലൂഡിങ് എ ന്യൂറോളജിസ്റ്റ്. ബിക്കോസ് മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോളജിസ്റ്റോ ന്യൂറോ സർജനോ വേണം. അപ്പോൾ അങ്ങനെ അതിൽ 2 പേര്, 4 പേരിൽ 2 പേര് ഈ ആശുപത്രിയിലുള്ളവരായിരിക്കരുത്. ഇപ്പം നമ്മളിവിടെയാണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒന്നിലോ ചിത്രയെന്നോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടറും വന്ന് സർട്ടിഫൈ ചെയ്യണം. അങ്ങനെ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഏതൊക്കെ അവയവങ്ങൾ വേണം, ഏതൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇതിലെത്തി. സാധാരണഗതിയിൽ ഹാർട്ടാണ് ആദ്യം എടുക്കുക. ബിക്കോസ് ഹാർട്ടിന് 4 മണിക്കൂറേ ലൈഫുള്ളൂ. അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഇമ്മീഡിയറ്റ്ലി. അതാണ് ഈ ഒച്ചമ്പളമൊക്കെ കേട്ടിരുന്നത്. റോഡിൽ അല്ല പലരും ഹെൽപ്പ് ചെയ്തു. യെസ്, അങ്ങനെ അതെന്താ വെച്ചാൽ 4 hours എത്തിക്കണം അവർക്ക്. അപ്പോൾ അത് കാരണം പിന്നെ അതിനൊരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ട്, ചാർജും കൂടെ ഉണ്ട്. ഇപ്പോൾ വൃക്കകൾ മാറ്റി വയ്ക്കുന്ന പോലെയല്ലല്ലോ ഹാർട്ട്. അപ്പോൾ ഇൻഫാക്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഇസ് എ മച്ച് സിംപിളർ സർജറി. ലിവറാണ് ഏറ്റവും പാടുള്ള സർജറി. ലിവർ, ലങ് ഒക്കെയാണ് കൂടുതൽ. ലിവർ ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ ഇവിടെ 5-6 സെൻറ്ററുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് തലത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ചെയ്യുന്ന സെൻറ്ററുകളെല്ലാം, ഇൻക്ലൂഡിങ് ലിവർ, കിഡ്നി, ഹാർട്ട്, എവറിത്തിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇവർ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ഭാവിയിൽ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് എൻ്റെ ഊഴം വരുമ്പോഴേ കിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ആര് വിളിച്ച് പറഞ്ഞാലും നമുക്കത് മാറ്റാനൊക്കില്ല. പലപ്പോഴും പറയുന്നുണ്ട്, ഒരു ഡോക്ടറെ ഒരു ലിവർ കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ വിളിച്ച് ചോദിക്കും. ഞാൻ പറഞ്ഞു അത് നമുക്ക് അങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഇൻ ദ നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായി ലോകത്തെല്ലായിടത്തും ചെയ്യുന്ന മാതിരി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആൻഡ് അലർട്ട് എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരു മസ്തിഷ്ക മരണം ഉണ്ടായെന്ന് വെച്ചോളൂ, ഞാനത് കൺവീനറെ അറിയിക്കും. സ്റ്റേറ്റ് കൺവീനർ വിൽ ഇൻഫോം ത്രൂ SMS വേരിയസ് ഹോസ്പിറ്റൽസ്, ഇങ്ങനെ ഒരു മസ്തിഷ്ക മരണമുണ്ട്, ഇതാണ് ബ്ലഡ് ഗ്രൂപ്പ്, ആവശ്യമുള്ളവർ ഇന്ന നമ്പറിൽ. അപ്പോൾ എല്ലാ ദിക്കിലും ഓരോ കോർഡിനേറ്റേഴ്സ് ഉണ്ട് എല്ലാ ഹോസ്പിറ്റലിലും. കോർഡിനേറ്ററും ഉണ്ട്, കൗൺസിലറും ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ 2 പേരും കൂടിയാണ് ഇത്
പിന്നെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ തിയേറ്റർ റെഡിയാക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ലിവർ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഗോസ് ഓൺ ഫോർ 8 hours 10 hours. അപ്പോൾ അതുകൊണ്ട് സന്നദ്ധരായിട്ടുള്ള ആൾക്കാരായിരിക്കണം എല്ലാ ആശുപത്രികളും എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ട് തിരിഞ്ഞിരുന്ന സാധനം പോവും. അപ്പോൾ നമ്മുടെ അവിടെയും മെഡിക്കൽ കോളേജിലാണ് ആദ്യം നമ്മൾ ഫസ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് 2012 ഓഗസ്റ്റ് മാസത്തിൽ. ഈ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ നിയമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ആക്റ്റിലുണ്ട്, നാഷണൽ. പക്ഷെ ആ ആക്റ്റിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ് ഓർഡർ ഇറക്കും. ആ ഓർഡർ പ്രകാരമാണ് നമ്മൾ നീങ്ങാൻ പാടുള്ളൂ. എല്ലാത്തിനും റെഗുലേഷൻസ് ഉണ്ട്. വെറുതെ ചുമ്മാ അങ്ങനെയും ചെയ്യാൻ നോക്കൂല. അത് അപ്പോഴാണ് ഈ എന്താ പറയുക കുറ്റങ്ങൾ വരുന്നതും. പക്ഷേ ദൈവം സഹായിച്ച് മാധ്യമങ്ങളുടെ വളരെയധികം സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മിക്കവാറും നിങ്ങൾ പേപ്പർ തുറന്നാൽ കാണും, ഇന്നയാളുടെ ഹാർട്ട് കൊടുത്തു, ഇന്നയാളുടെ ലിവർ കൊടുത്തു, ഒരാളെ കൊണ്ട് 3 ജീവൻ രക്ഷപ്പെട്ടു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് നല്ലൊരു പ്രോത്സാഹനമാണ് ആൾക്കാർക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ 2 കിഡ്നി, 1 ലിവർ, 1 ഹാർട്ട്, 4 അവയവം ക്ലീനായിട്ട് പോകും. ലങ്ങൊന്നും അധികം തുടങ്ങിയിട്ടില്ല. പിന്നെ കയ്യ് ഞാൻ നേരത്തെ പറഞ്ഞു അമൃതയിൽ ചെയ്യുന്നുണ്ട്, പാൻക്രിയാസ് ചെയ്യുന്നുണ്ട് പലതിലും. പാൻക്രിയാസും കിഡ്നിയും കൂടെ ഒരുമിച്ചാൽ ചിലപ്പോൾ മാറ്റി വയ്ക്കേണ്ടി വരിക. എന്താ വെച്ചാൽ പാൻക്രിയാസ് എന്നാണല്ലോ ഡയബറ്റീസിൻ്റെ ഉത്ഭവം. അപ്പോൾ അങ്ങനെ പല അവയവങ്ങൾ, പിന്നെ ഇൻക്ലൂഡിങ് സ്കിൻ യു ക്യാൻ ഗ്രാഫ്റ്റ്. പക്ഷേ സ്കിൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സ്കിന്നിനാണ് ഏറ്റവും അധികം റിജക്ഷൻ ഉള്ളത്. മറ്റതൊക്കെ റിജക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ കഴിച്ചാൽ മതി. ഇപ്പം ഈ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ആൾ നമ്മുടെ ബന്ധുവൊന്നുമല്ലല്ലോ. എന്നാലും ഈ അവയവങ്ങളെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു, ഒരു പ്രോബ്ലം ഇല്ലാതെ. ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഇഷ്ടംപോലെ ലിവർ ട്രാൻസ്പ്ലാന്റും കിഡ്നി ട്രാൻസ്പ്ലാന്റും പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇതിൽ കൂടുതൽ വരുന്നത്? അതായത് ഇപ്പോൾ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷനിൽ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ലിവർ മാറ്റി വെക്കേണ്ടത് ഡയബറ്റിക് കിഡ്നി പോലെ ലിവറിൽ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ കോമണസ്റ്റ് കോസസ് ആൽക്കഹോളിസം. അപ്പോൾ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉണ്ട്. പിന്നെ വൈറൽ ഡിസീസസ് വരാം, ഹെപ്പറ്റൈറ്റിസ് B, C എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലിവർ ക്യാൻസർ ഇൻ ദി ഏർലി സ്റ്റേജസ് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, മുഴുവൻ എടുത്തിട്ട് വേറെ മാറ്റി വയ്ക്കും. അങ്ങനെയുള്ള രോഗങ്ങളാണ് കൂടുതൽ. പിന്നെ ഓഫ് കോഴ്സ് ചെറിയ മറ്റേ ബിലിയറി സിറോസിസ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ രോഗങ്ങളുണ്ട്. അതൊക്കെ കുട്ടികളിലാണ് കൂടുതൽ. ഹെപ്പാറ്റിക് ഫൈബ്രോസിസ് അങ്ങനെയുള്ള അസുഖങ്ങളും ഉണ്ട്. അതായത് ലിവർ സ്ഥായിയായിട്ട് കേടുവരിക, ലിവറിൻ്റെ പ്രവർത്തനശേഷി നഷ്ടപ്പെടുക എന്നുള്ള ഒരു സന്ദർഭം വരുന്ന രോഗം. സോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എത്രത്തോളം സമയം എത്ര പരിധി എത്രയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്? കിഡ്നി മാറ്റി വയ്ക്കാൻ 48 hours വരെ നമുക്ക് എടുത്തു വയ്ക്കാം. എന്താ വെച്ചാൽ ഇത് നമ്മൾ കവറിലിട്ട് അങ്ങ് കൊടുത്തു കഴിയും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്നാണ് കിട്ടുന്നത്, 1 കിഡ്നി ഗോസ് ടു സം അതർ സെൻറ്റർ, 1 കിഡ്നി വി ടേക്ക്. ഇപ്പം ഇവിടെ ആളില്ല, ആ ഗ്രൂപ്പിലെ ആളില്ല ലിസ്റ്റിലെന്നുണ്ടെങ്കിൽ 2 കിഡ്നി മറ്റുള്ളവർക്കാണ് പോകുക. അപ്പോൾ അപ് ടു 48 hours, പക്ഷേ ആസ് ഏർലി ആസ് പോസിബിൾ. അപ്പോൾ ഈ അലർട്ട് നമ്മൾ നേരത്തെ കൊടുക്കും. വൺസ് ദേ ആസ്ക് ഫോർ ഇറ്റ് വി ഗിവ് ഇറ്റ്. അത് ലിസ്റ്റിനനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ചാണ്. ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിന് മുന്നേ ഈ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലിപ്പോൾ ഉള്ള അതാണ് ഒരു ചെറിയ വ്യത്യാസം. ലൈവ് ഡോണർ എന്ന് പറയുമ്പോൾ വളരെ വിശദമായിട്ട് ഉള്ള പഠനങ്ങളാണ്. പക്ഷേ ഡിസീസ് ഡോണറിൽ അത്ര നമുക്ക് അറിയില്ലല്ലോ. മേജർ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിനുള്ള സമയം കിട്ടും. 48 മണിക്കൂർ റെസ്പിറേറ്ററിലും ഒക്കെ വെച്ച് നമുക്ക് പേഷ്യൻ്റ്. അതുപോലെ തന്നെ ഈ റെസിപ്പിയൻ്റ് സ്വീകരിക്കുന്ന ആളിൻ്റെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ കൊടുക്കുന്ന ദാതാവിന് ക്യാൻസർ ഉണ്ടാകാൻ പാടില്ല. ക്യാൻസർ ക്യാൻ ബി ഇങ്ങോട്ട് പകരാം. പിന്നെ അതുപോലെ തന്നെ ഈ റെസിപ്പിയൻറ്റിനും മലിഗ്നൻസി ഒന്നും പാടില്ല. പിന്നെ മേജർ എന്താ പറയുക അനോമലീസ്, ഇപ്പം ബ്ലാഡർ മാറ്റി വയ്ക്കില്ലല്ലോ, ബ്ലാഡർ അത് തന്നെയാണ്. അപ്പോൾ ബ്ലാഡറൊക്കെ വളരെ ചുരുങ്ങി മോശമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ട്രാൻസ്പ്ലാന്റേഷന് പറ്റില്ല.
അപ്പോൾ അതൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ സാധാരണ. പിന്നെ ഏത് രക്തക്കുഴലിലാണോ വെച്ച് പിടിപ്പിക്കുന്നത് ആ രക്തക്കുഴലിൻ്റെ വിസ്തീർണവും ഇതൊക്കെ നേരത്തെ. സാർ, ഈ സ്റ്റെം സെൽ പ്രിസർവേഷൻ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? സ്റ്റെം സെൽ ഈസ് വൺ സ്റ്റെപ്പ് അഹെഡ്. അതായത് അത് സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നൈവ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത സെല്ലാണ് സ്റ്റെം സെല്ല്. അതിൽ നിന്നാണ് നമ്മുടെ മിക്കവാറുമുള്ള കോശങ്ങളും മറ്റതും രൂപീകരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റെം സെൽസ് ഒറിജിനലി ദേ ആർ ഫ്രം ദ മാരോ. അപ്പോൾ ഏറ്റവും അധികം ടേൺ ഓവർ ഉള്ളത് നമ്മുടെ ബ്ലഡ് സെൽസിനാണ്. അപ്പോൾ ബ്ലഡ് സെൽസിലാണ് കൂടുതലായിട്ടും ഇപ്പോൾ നമ്മൾ ലുക്കീമിയക്കുള്ള ട്രീറ്റ്മെൻറ്റിലൊക്കെ സ്റ്റെം സെൽ വന്നു കഴിഞ്ഞു. അതായത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കീമോതെറാപ്പി കൊടുക്കുന്നതിന് മുമ്പ് പേഷ്യൻറ്റിൻ്റെ തന്നെ സ്റ്റെം സെൽ എടുത്ത് പ്രിസർവ് ചെയ്യും. എന്നിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ രോഗത്തെ ഒന്ന് തകർക്കും, എന്നുവെച്ചാൽ മാരോനെ. അപ്പോൾ ഒത്തിരി വിഷം പിടിച്ച കാര്യമാണത്. എന്നുവെച്ചാൽ ആ സമയത്ത് ഇൻഫെക്ഷനൊക്കെ വരാം. കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യണം. എന്നിട്ട് വേണം ഈ സ്റ്റെം സെല്ല് കൊടുക്കാൻ. സോ ദാറ്റ് ഈസ് വൺ ടൈപ്പ്. പിന്നെ സ്റ്റെം സെൽസ് ഇപ്പോൾ കിഡ്നി റിക്കവറിക്ക് ചില നോട്ട് ക്രോണിക് പെട്ടെന്നുണ്ടായ വൃക്കസ്തമനത്തിൽ കിഡ്നി റിക്കവറിയിൽ വന്നു കഴിഞ്ഞിട്ടില്ല. ഈ പാത്രത്തിൽ കാണുന്ന മാതിരി എല്ലാത്തിനും സ്റ്റെം സെല്ലൊന്നും ആയിട്ടില്ല. പിന്നെ ചില മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗമുണ്ട് ബ്രെയിനിൻ്റെ, അതിന് സ്റ്റെം സെൽ വന്നു. അങ്ങനെ കുറച്ച് രോഗങ്ങൾക്ക്. പക്ഷേ സൂണർ ഓർ ലേറ്റർ ഒരുപാട് രോഗങ്ങൾക്ക് സ്റ്റെം സെൽ തെറാപ്പി വരാൻ സാധ്യതയുണ്ട്. സാധാരണ ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണോ ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കോസ്റ്റും കാര്യങ്ങളെല്ലാം? അല്ല, കോസ്റ്റസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാം തടയുക തന്നെയാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ ആൻ ആവറേജ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വിൽ കോസ്റ്റ് യു അറൌണ്ട് 3 lakhs 4 lakhs. ആവറേജ് ലിവർ ട്രാൻസ്പ്ലാന്റ് വിൽ കോസ്റ്റ് യു 18 lakhs. അത് ടെക്നിക്കലി കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഏകദേശം അത്രയും തന്നെ വരും തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും തോത്. പിന്നെ ഇത് കഴിഞ്ഞാൽ കഴിക്കണം, മരുന്ന് കഴിക്കണം ആജീവനാന്തം, ഏത് അവയവമാണെങ്കിലും. അപ്പോൾ ആ മരുന്നുകളുടെ അളവിൻ്റെ തോതും ഇതും അനുസരിച്ചിരിക്കും ചിലവ്. ഞാൻ ശരാശരി നേരത്തെ പറഞ്ഞ മാതിരി ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു 3000-4000 രൂപയുടെ ചിലവേ വരുള്ളൂ. അഫോർഡബിൾ. പിന്നെ ഇതിന് കുറേയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഗവൺമെൻറ് തലത്തിലും NGOസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, സഹകരണങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ ഇതായി പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഇവിടെ ചെയ്തതിൽ പ്രധാനമന്ത്രിയുടെ ഫണ്ട് കിട്ടി നമുക്ക് 2.5 lakhs. അപ്പോൾ അത് വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പലർക്കും. ഒരു ശരിക്കും അഫോർഡബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 2% വരുള്ളൂ. കുടുംബത്തിലുള്ള ഇപ്പോൾ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിൽ ട്രാൻസ്പ്ലാന്റേഷൻ അത് കിഡ്നി മാത്രം, ഓൺലി കിഡ്നി ഓർ പാർട്ട് ഓഫ് ലിവർ. പാർട്ട് ഓഫ് ലിവറിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് പാർട്ട് ഓഫ് ലിവർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഹോൾ ലിവർ പോലെ ആവുന്നില്ല. അപ്പോൾ വെരി ഡാമേജ്ഡ് ലിവർ ആണെങ്കിൽ നമ്മൾ പാർട്ട് ഓഫ് ദ ലിവർ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ കുട്ടികളിൽ പാർട്ട് ഓഫ് ലിവർ ചെയ്താൽ റീജനറേറ്റ് ചെയ്യും കുറേ. അപ്പോൾ അങ്ങനെ പിന്നെ ഡോണർക്ക് റിസ്ക് ഉണ്ട്. ലിവർ എടുക്കുമ്പോൾ ലിവറിൻ്റെ ഒരു ലോബാണ് എടുക്കുക. അപ്പോൾ ഡോണർക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമെന്നാണ് നമുക്ക് കൂടുതൽ പേടി. കിഡ്നിക്ക് അങ്ങനെ ഒരു വലിയ പ്രശ്നം വരുന്നില്ല. അതായത് 1 in 1 million ഒക്കെ ഉള്ളൂ റെയർലി ഒരു എന്താ പറയുക ഡോണർക്ക് ഉള്ള ഒരു റിസ്ക്. അപ്പോൾ അതുകൊണ്ട് കിഡ്നി ഈസ് എ ഷെയറബിൾ ഓർഗൻ എമംഗ് റിലേറ്റീവ്സാണ് ഫസ്റ്റ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്, റിലേറ്റീവ് ഉണ്ടോ എന്നാണ്. അതില്ലെങ്കിലേ പിന്നെ അടുത്തതിനൊക്കെ പോവുള്ളൂ. പിന്നെ ഈ കടാവർ ട്രാൻസ്പ്ലാന്റിനുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പേഷ്യൻ്റ് ഇസ് ഓൺ ഡയാലിസിസ്. അപ്പോൾ നമ്മൾ അവരോട് പറയുക നിങ്ങളുടെ ഊഴം വരുമ്പോൾ, അപ്പോൾ ഈ പോസിറ്റീവ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ 1 വർഷമൊക്കെ എടുക്കും. അതിപ്പോൾ വെളിയിലൊക്കെ 6 വർഷം 7 വർഷം എടുക്കും. കടാവർ ട്രാൻസ്പ്ലാന്റ് ആണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ കൂടുതലും ചെയ്യുന്നത്. റിലേറ്റഡ് കുറവാണ്. ഇവിടെ തിരിച്ചാണ്. ഇപ്പം ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായി എന്ന് വിചാരിക്കരുത്.
ഒന്ന് തിരസ്കരണമാണ്, ഈ റിജക്ഷൻ. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. മരുന്നുകളുടെ പാർശ്വഫലങ്ങളുണ്ട്. നമ്മുടെ ബോൺ മാരോ അല്ലെങ്കിൽ നമ്മുടെ ഡിഫെൻസ് മെക്കാനിസത്തിനെ അമർത്തി പിടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക തരത്തിലുള്ള ഇൻഫെക്ഷൻസൊക്കെ വരാം. വൈറസ് ഇൻഫെക്ഷൻസ് വരാം, ഫംഗൽ ഇൻഫെക്ഷൻ വരാം, നമ്മളൊന്നും സാധാരണ കാണാത്ത ഇൻഫെക്ഷൻ, ന്യൂമോണിയകൾ, അങ്ങനെയുള്ള പല അസുഖങ്ങൾ വരാം. പിന്നെ ദീർഘകാലം ക്യാൻസർ വരാം. അതായത് പല ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസും ഡെയിലി ഫോർ 18 years 20 years. ഇപ്പോഴത്തെ ഇത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ 25 years കഴിഞ്ഞ പേഷ്യൻസൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊക്കെ ചെറിയൊരു റിസ്ക് ഓഫ് ക്യാൻസർ ഉണ്ട് മറ്റുള്ളവരെക്കാട്ടിലും. സമതർ മാലിഗ്നൻസി, മോസ്റ്റ് കോമൺലി സ്കിൻ, ചിലർക്ക് ബക്കൽ കാവിറ്റി, ചിലർക്ക് ലിംഫോമ, പല രോഗങ്ങളൊക്കെ. സർ, ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഇപ്പം നമ്മളിപ്പം ഇപ്പം ഒരു ലിവർ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, അപ്പോൾ അത് നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്തു. അപ്പോൾ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പം എന്താണ് അപ്പോൾ നമ്മളതിൽ ചെയ്യുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു വെയിറ്റ് ഫോർ നെക്സ്റ്റ് ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ പെട്ടെന്ന് അത് അവൈലബിൾ അല്ലെങ്കിൽ അത് ലിവർ വലിയ പ്രയാസമാണ്. ബിക്കോസ് ലിവറിന് വേറെ സപ്പോർട്ടും ഇല്ല. അതെ. അപ്പോൾ ഡയാലിസിസ് മാതിരി, മറ്റേതാണെങ്കിൽ തിരിച്ച് ഡയാലിസിലോട്ട് പോകാം. ഇതിന് ഡയാലിസിസ് അല്ലല്ലോ. അപ്പോൾ ലിവർ കംപ്ലീറ്റ് റിജക്ഷൻ അത്ര കോമൺ അല്ല. ആവുകയാണെങ്കിൽ വളരെ മോശമാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഹെപ്പാറ്റിക് നെക്രോസ് വരും. അങ്ങനെ വരുമ്പോൾ ദ പേഷ്യൻ്റ് യൂഷ്വലി ഡസൻ സർവൈവ്, വെരി ഡിഫിക്കൽട്ട്. അതാണ് ഇവിടെ ഉണ്ടായത്. ഒരെണ്ണം ചെയ്തത് അങ്ങനെ പോയില്ല. അങ്ങനെയൊക്കെ വരാം. അതിപ്പോൾ എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ആദ്യത്തെ ചെയ്യുമ്പോൾ ഒത്തിരി സൂക്ഷിച്ചൊക്കെ ചെയ്യാന്നുള്ള. സർ, ഈ ലേസർ ട്രീറ്റ്മെൻറ്റും ഈ സ്കിൻ ഗ്രാഫ്റ്റിംഗ് അതൊക്കെ ഏതിന്? ഈ സ്കിൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ല, സി ലേസർ ഇസ് ഓൺലി എ അക്കമ്പനിങ് ടൂൾ. ലേസർ കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യല്ല. പക്ഷേ സ്കിൻ ഇസ് എൻ ഓർഗൻ വെയർ യു ക്യാൻ യൂസ് ലേസേഴ്സ് ആൻഡ് help to cut the edges properly. And skin transplant which is not very common. എന്താ വെച്ചാൽ ഭയങ്കര റിജക്ഷൻ റേറ്റ്. ഈ ഭയങ്കര ബേൺസൊക്കെ വന്നവർക്കാണ് 80% ബേൺസിനൊക്കെ താൽക്കാലികമായിട്ട് കിട്ടാനായിട്ട് അവർക്ക് ഒരു കവറിങ് കൊടുക്കാനാണ്. സ്കിന്ന് വളരെ ഒരു പ്രധാനപ്പെട്ട അവയവമാണെന്ന് പലർക്കും അറിയില്ല. സ്കിന്നില്ലാതെ ഒരു 10 ദിവസം ജീവിക്കില്ല. ഇൻഫെക്ഷൻ വരും. അതിൽ ഈ ബേൺസിൽ ഇത്രയധികം. സർ, ഇപ്പോൾ പുതിയൊരു അവയവം കണ്ടുപിടിച്ചല്ലോ, ഇപ്പോൾ പെരിറ്റോണിയം. പെരിറ്റോണിയം ഇസ് എൻ ഓർഗൻ, യെസ്. അതിനെന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും? അല്ല, പെരിറ്റോണിയം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഡയാലിസിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണത്. ഇറ്റ്സ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെമ്പറൈൻ ഫോർ ഡയാലിസിസ് ഇൻസ്റ്റെഡ് ഓഫ് ഹീമോഡയാലിസിസ്. അതും ഒരു വശം. പിന്നെ പെരിറ്റോണിയം വെച്ച് കവർ ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില വയറിൻ്റെ അസുഖങ്ങൾ. ഒരു പെരിറ്റോണിയം എടുത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് സ്കിൻ പോലെയുള്ള സാധനമാണ്. അഡ്വാൻസസ് ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. സ്റ്റെം സെല്ല് കഴിഞ്ഞ് പിന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ മാരോ തന്നെ ഒരാളുടെ അടുത്ത് വേറെ ആൾക്ക് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഒരു ഭവിഷ്യത്തുക്കളുണ്ട്. എന്താ വെച്ചാൽ ഈ മാരോ എന്ന് പറയുന്നത് ആക്റ്റീവ് സെൽസാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും. ഈ ഇപ്പോൾ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ഇപ്പം ഏതൊരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? അവരുടെ ദേ ഹാവ് ടു ബി ക്ലീൻ. ഒന്ന്, അതെ, ഹൈജീനിക് ഫുഡിൻ്റെ കാര്യത്തിൽ എവറിത്തിങ്. ഐ മീൻ പ്രധാനമായിട്ടും ഫുഡ് റെസ്ട്രിക്റ്റഡ് ഇല്ല. ദേ ക്യാൻ ഈറ്റ് എനിത്തിങ്, ബട്ട് അമിതമായിട്ട് കഴിക്കരുത് എന്നുള്ളത് ഒരു സൂചന കൊടുക്കണം. പിന്നെ ഈ മരുന്നുകൾ ചിലതൊക്കെ തടിക്കേണ്ടതുണ്ട്, പ്രൊട്ടീൻസോളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വെയിറ്റ്, എക്സസൈസ്, പിന്നെ നല്ലൊരു ജീവിതശൈലി ഇത് കഴിഞ്ഞാൽ. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോളൊന്നും പിന്നെയും വീണ്ടും തുടങ്ങുമെന്ന് വരുന്നത്. എക്സസൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എക്സസൈസ്, വാക്കിംഗ്, യോഗ, എല്ലാം. ടൈം ഗ്യാപ്പ് അങ്ങനെ എന്തെങ്കിലും? 40 minutes അല്ലേ നമ്മൾ പറയാം സാധാരണ. വെള്ളം മീൻസ് വാട്ടർ ഇൻടേക്ക്? വെള്ളം നോർമൽ ഇൻടേക്ക്. അതായത് ആദ്യമൊക്കെ കുറേ കൂടുതൽ മൂത്രം പോകും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ സെറ്റിൽ ഡൗൺ ചെയ്ത് ഒരു 2 liters
2 to 2.5 ലിറ്റേഴ്സ്. ഫുഡിൽ അങ്ങനെ ഫൈബർ ഇൻടേക്ക് ചെയ്യണം അങ്ങനെ ഫൈബർ നല്ലതാണ്, അത് ആർക്കായാലും അതെ, ഇതൊക്കെ പൊതുവേ ഉള്ള കാര്യങ്ങളല്ലേ ഫൈബർ. പിന്നെ ഉള്ളത് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ. അതുകൊണ്ടാണ് അവരോട് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിലും സിനിമാ തിയേറ്ററുകളിലൊക്കെ പോകാതിരിക്കാൻ പറയും. അങ്ങനെ പോകുമ്പോൾ വല്ല വൈറസും ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവരെക്കാളിലും ബുദ്ധിമുട്ടായിരിക്കും. അവയവദാനത്തിന്റെ മഹത്വത്തെ പറ്റി വളരെ വിശദമായിട്ടാണ് ഡോക്ടർ രാംദാസ് പിഷാരടി സാർ നമ്മൾക്ക് പറഞ്ഞു തന്നത്. അടുത്ത എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ നന്ദി.